பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணி மணி. Mr. Rajiv, Shan. welcome to Malaysia. So, tell me, Petronas Tower ne kurichu Rajivinu endu ariyam? Petronas Tower ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആയിരുന്നു ഷാൻ. ഏകദേശം 88 നിലയുണ്ട് ഇതിന്. പിന്നെ അതിന്റെ നടുക്കായിട്ട് ഒരു സ്കൈ ബ്രിഡ്ജ് ഉണ്ടോ? റൈറ്റ്, ഒരു പാലം പോലെ രണ്ടിനെയും ഒട്ടിച്ചു വെച്ച പോലെ. അതെ, അതൊരു പകുതി, ഏകദേശം ഒരു പകുതി 41-40 സെക്കൻഡ് ഈ രണ്ട് നിലകള് ജോയിൻ ചെയ്യുന്ന കണക്ഷനാണ് അതിന് സ്കൈ ബ്രിഡ്ജ് എന്ന് പറയും. പക്ഷെ അത് ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോൺ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? ഷാരൂഖ് ഖാന്റെ. നമ്മുടെ അർജുൻ രാംപാലും ഷാരൂഖ് ഖാനും തമ്മിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇതിന്റെ നടുക്ക് സ്കൈ ബ്രിഡ്ജ് കയറി. ആ ഫൈറ്റ് ഇവിടെയാണ് നടന്നത്. അതിവിടെയാണ് നടന്നത്. സൈമയ്ക്ക് വേണ്ടിയിട്ട് മലേഷ്യയിലേക്ക് വന്നിരിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ്. രാജീവ് പിള്ള ഇസ് ഹിയർ. പറയും. സൈമ എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ ഇവന്റ് ആണ്. നമുക്ക് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രിയിലെയും എല്ലാവരെയും കാണാൻ പറ്റും. ആക്ടേഴ്സിന് പറ്റും, അവരോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മൂവി അവാർഡ്സിന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി മഴയുള്ള കൂട്. ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി മഴയുള്ള കൂട്. കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. സൈമയില് വരുന്ന ആദ്യമായിട്ടല്ലേ? അല്ല, ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ലാസ്റ്റ് ഇയേഴ്സ് എക്സ്പീരിയൻസ്? ഇത്തവണ എന്തൊക്കെയാണ് പുതിയ എക്സ്പെക്ടേഷൻസ്? മലേഷ്യയിലാണ്. സോ ടോട്ടലി ഡിഫറെൻ്റ് ആണ്, കുറച്ചുകൂടി കളർഫുൾ ആണ്. ഇവൻ്റ് ഓരോ വർഷം കഴിയുന്തോറും ബിഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്കെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഷൈമ അവാർഡ്സിൻ്റെ വളരെ പ്രൊഫഷണൽ രീതിയിൽ പോകുന്ന ഒരു അവാർഡാണ്. എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ടീമാണ് ഷൈമയ്ക്കുള്ളത്. സോ ഇറ്റ് സൗണ്ട്സ് ഗുഡ്. മലേഷ്യയൊക്കെ ചുറ്റി കണ്ടോ? ഇല്ലില്ല, ഞാൻ വന്നിട്ട് ഈ ഡാൻസ് പഠിക്കാത്തതുകൊണ്ട് ഇവിടെ ഫുൾ ഡേ റിഹേഴ്സലായിരുന്നു. ഈവനിങ് ഒന്ന് പുറത്ത് പോകണം. ഓക്കെ. സോ ഇപ്പൊ റിനൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. റിന സൂക്ഷിച്ചോളൂ കേട്ടോ, തനിച്ച് മലേഷ്യയിൽ ചുറ്റാനുള്ള ഉദ്ദേശമാണ്. എനിവേ നോമിനേഷൻസ് ഉണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്. എന്താവെന്ന് അറിയില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി നമുക്ക് അവാർഡൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ. കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും. ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ. കലാഭവൻ ഷാജോൻ, വെൽക്കം ടു സൈമ. താങ്ക് യു സോ മച്ച്. ഈ സൈമ അവാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ വർഷവും നമ്മൾ ചാനലിൽ ഇരുന്ന് കണ്ടപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എത്താൻ പറ്റുമെന്നോ, ഇതുപോലെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു അവാർഡിനായിട്ട് ഇന്ന് നമുക്കൊരു അവാർഡ് മേടിക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേര് നോമിനി ലിസ്റ്റിൽ വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. അതുകൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിച്ചെന്നാലും ദൃശ്യം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നോമിനി ലിസ്റ്റിലുള്ളത്. ഒരു കാര്യമുള്ള ചില സിനിമകൾ ഹിറ്റായി കഴിഞ്ഞാൽ പുത്തൻ പണക്കാരെ പോലെ കണ്ണിൽ കണ്ണടയൊക്കെ വെച്ച് നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്. അതാണോ? ഞാൻ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കാറില്ല. അല്ല, അതെനിക്കും തരും കുറച്ച് നേരത്തേക്ക്. വെച്ചോളൂ. താങ്ക് യു. പവർ ഗ്ലാസ് ആണ്. എനിക്ക് കുറച്ച് പവർ ഇരിക്കട്ടെ. ഓക്കെ, നോക്കട്ടെ. ഹലോ, ഗ്ലാസിന്റെ പവർ പോയി, എന്നാലും കുഴപ്പമില്ല. ഓക്കെ. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, കലാഭവൻ ഷാജോൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു ചോദ്യം ദിലീപിന്റെ അടുത്ത് ചോദിക്കണം. ഇപ്പൊ ആ ചോദ്യം ഞങ്ങൾ ദിലീപിന്റെ അടുത്ത് ചോദിക്കും. ഓക്കെ, വൺ ക്വസ്റ്റ്യൻ ചാലഞ്ച് ചോദിക്കും. എന്നായിരിക്കും ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഒരു സംവിധായകനാവുന്നത്? എന്നായിരിക്കും ആ സിനിമയിൽ നായകനായിട്ട് എന്നെ വെക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. വൺ ക്വസ്റ്റ്യൻ ചാലഞ്ച്. ധൈര്യമുണ്ടെങ്കിൽ ഉത്തരം പറയൂ. ധൈര്യമുണ്ടെങ്കിൽ ഉത്തരം പറയണം, സത്യമേ പറയാവൂ. ഇല്ലാന്നായിരിക്കും പറയുക, എന്നാലും നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ.
ഇതാണ് ചൈന ടൗൺ. അതാണ് ഒരു ചൈന ചേട്ടൻ. വേറെ മലേഷ്യയിൽ വരുന്നവർക്ക്, കോലാലംപൂരിൽ വരുന്നവർക്ക് ഒരു മസ്റ്റ് ഗോ ആണ് ചൈന ടൗൺ. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എന്ത് വേണം ഈ ലോകത്ത്, നമുക്ക് എന്ത് ആവശ്യമുണ്ട്, യു വിൽ ഗെറ്റ് ഇറ്റ് ഹിയർ. Where are you from? England. ഇംഗ്ലണ്ട്. ഓക്കെ, സായിപ്പാണ്, നമ്മളെ ഒരുപാട് കാലം ഭരിച്ച ആളാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. ഓക്കെ, ഓൾറൈറ്റ്, സോ ഐ വിൽ ടീച്ച് യു മലയാളം. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഓ, മലേഷ്യ എന്ന മഹാരാജ്യത്തിൽ ഉയരം കൂടിയ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളിൽ ഒന്നായ അമ്പരചുംബിയായ കോലാലംപൂർ ടവേഴ്സിൻ്റെ മുന്നിൽ ഇപ്പം ഞാൻ ഇരിക്കണേ. ആൻഡ് ഞാൻ ഒറ്റയ്ക്കല്ല, ഇതുപോലെ ഒരുപാട് ഉയരം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടിയും പിന്നെ അച്ഛനും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. സുരേഷ് കുമാർ ആൻഡ് കീർത്തി സുരേഷ്. ഇന്ത്യൻ സിനിമയിൽ ആക്ടേഴ്സിന്, ഡയറക്ടേഴ്സിനൊക്കെ റെക്കഗ്നീഷൻ ഉണ്ട്, സിനിമാറ്റോഗ്രാഫേഴ്സിനുണ്ട്. ബട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ റെക്കഗ്നീഷൻ കുറവാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? 100% കറക്റ്റാണ്. എന്നുവെച്ചാൽ പണ്ട് ഇഷ്ടംപോലെ ബാനേഴ്സ് ഉണ്ട്. കറക്റ്റ്. അപ്പോൾ ആ ബാനറിൻ്റെ പേരിൽ പടം വരുന്നു, ആൾക്കാരത് കാണുന്നു, ആ പടങ്ങൾ നന്നായിരിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് അവർ പോകുന്നത്. എന്നുവെച്ചാൽ ഇന്ന ഡയറക്ടറുടെ പടം എന്നേ ഇപ്പം പറയാറുണ്ട്. സങ്കടമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇപ്പം എൻ്റെ പടത്തിൽ പ്രിയദർശൻ ഫിലിം എഴുതാനാണ്, പ്രിയദർശൻ ഫിലിം നൽകിക്കോട്ടെ, പ്രൊഡ്യൂസ് ബൈ രേവതി കലാമന്ദിർ എഴുതണം, അത് ഞാൻ സമ്മതിക്കും. പക്ഷെ പലരും എന്ത് പറ്റുന്നു, പുതിയതായിട്ട് വരുന്ന ആദ്യത്തെ ഡയറക്ടർ, ഒരു പടം ചെയ്യാൻ പോകുന്ന ഡയറക്ടർ പോലും പുള്ളിയുടെ പേര് വെച്ചിട്ടാണ് പുള്ളിയുടെ സിനിമയാക്കി മാറ്റുകയാണ്. അതൊരു ശരിയായ നടപടിയല്ല. സോ മിസ്റ്റർ റീമേക്കർ, ടെൽ മീ, റീമേക്കിംഗ് അത്ര എളുപ്പമുള്ള പരിപാടിയാണോ ശരിക്കും? പിന്നെ എന്താ, വിതച്ചത് കൊയ്യെന്നൊക്കെ പറയണ പോലെ 10 കൊടുത്താൽ 100 അടിച്ച് തിരിച്ചിട്ടിരുന്ന അങ്ങനെ അല്ല. അങ്ങനെ ബിസിനസ് ഇസ് ഡിഫറെൻറ്റ്. മറ്റേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, റീമേക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം നീലത്താമര, അങ്ങനെ അതെനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് റീമേക്ക് ചെയ്യണം. അപ്പോൾ അത് MT സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറ് അത് സമ്മതിക്കുകയും സാറിനത് വീണ്ടും അത് വേറൊരു രീതിയിലാക്കിക്കൊള്ളാമെന്ന് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനൊരു സിനിമ ഉണ്ടായത്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നിയപ്പോഴാണ് അടുത്ത രതിനിർവേദം ചെയ്തത്. രതിനിർവേദം കൊള്ളാമെന്ന് തോന്നിയപ്പോഴാണ് ചട്ടക്കാരി ചെയ്തത്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, എന്നെ ഹോണ്ട് ചെയ്ത സിനിമകളാണ്. അപ്പോൾ ആ സിനിമകൾ വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം എനിക്ക് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അത് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. എനിക്ക് വലിയൊരു സന്തോഷം. ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഇന്നിറങ്ങുന്ന മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരെണ്ണം വീണ്ടും രേവതി കലാമന്ദിർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, റീമേക്ക് ഏത് ഫിലിം ചെയ്യും? അത് ഞാൻ ഒരുപക്ഷെ 6-ാം തമ്പുരാൻ റീമേക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒന്നും കൂടെ ശ്രമിച്ചേക്കും. ആണോ? അന്ന് തമ്പുരാൻ ആരായിരിക്കും? അത് നോക്കണം, അന്ന് ആരെങ്കിലും കിട്ടും ഇതുപോലെ. അന്ന് ഇതുപോലൊരു തമ്പുരാനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അന്നൊരു മോഹൻലാലിനെ കിട്ടാൻ പ്രയാസമായിരിക്കും. അന്ന് ഉള്ള ആളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ന് തന്നെയാലും ഇപ്പം മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെയുള്ള, സുരേഷ് ഗോപി, അങ്ങനെ വന്ന തലമുറയ്ക്കുള്ള ഒരു ഡെഡിക്കേഷൻ പുതിയ തലമുറയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഡാൻസർ കൂടാണ്ട് നല്ലൊരു സിംഗറും കൂടിയാണ് അല്ലേ? ലക്ഷ്മി പാടിയിട്ടില്ലേ ഒരു സിനിമയിൽ? ഞാൻ പാടിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു 2 പേര് പാട്ട് കേൾക്കാം അല്ലേ? ഇത് ഞാൻ പാടിയതോ? അത്താടി അമ്മാടി അമ്പയിൽ പൂത്ത പൊണ്ണ് എൻ പിന്നാടി മുന്നാടി എത്തന എത്തന അങ്ങാന അഞ്ചാറ് മാസം തനാന പാർവൈ തിന്ന് കുക്കുറു 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 കുറാര കുറാ കുക്കുറു 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 കുറാര കുറാ. വെരി നൈസ്. എനിവേ, ഇപ്പം റിഹേഴ്സൽസിന് പോകാൻ ടൈം ആയെന്ന് തോന്നുന്നു അല്ലേ? ഓൾ സെറ്റ്. സോ നമുക്ക് സ്റ്റേജ് തകർക്കാം. The beautiful, the gorgeous, the wonderful, the fantastic, the കിട്ടിയാൽ ഒരു നായക വേഷം, കിട്ടിയില്ലെങ്കിൽ ഒരു കോമഡി. ഇല്ല. ലാലി ലാലി
ലോകത്തിൽ യോഗ്യൻ ഒരാളുണ്ടെങ്കിൽ അത് ഈ പാലക്കാട്ട് മാധവനാണ്. Saima is doing a great job.